എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കണ്ണീരിന്റെ 3ാമത്തെ മഹത്വം. കണ്ണീരിന് അള്ളാഹു തരുന്ന 3ാമത്തെ മഹത്വം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖത്രതാനി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ. 1ാമത്തെ തുള്ളി ഏതാ? ഖത്രത്തു ദുമൂഇ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന കണ്ണുനീര്. 2ാമത്തെ കണ്ണുനീര് ഏതെന്നറിയുമോ? വഖത്രത്തു ദുമൂഇ തുഹ്റാഖു ഫീ സബീലില്ലാഹ്. 2 തുള്ളികൾ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള തുള്ളികളാണ്. അതിലെ 1ാമത്തെ തുള്ളി ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടിയ സഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹു മുതൽ എത്രയോ സഹാബത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹു തന്റെ കരളും കൂമ്പുമെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത സ്വഹാബി. യൂസുഫ് റളിയല്ലാഹു തആല അൻഹു, ഉമയ്യ റളിയല്ലാഹു തആല അൻഹു, എത്രയോ ഷഹീദായ സഹാബത്തിന്റെ ചരിത്രങ്ങൾ പഠിച്ചവരാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശുഹദായിന്റെ രക്തമുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള രക്തമാണ്. ആ ഒരു തുള്ളി രക്തം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള രക്തമാണ്. ആ രക്തത്തിനോട് തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും തന്റെ കൂടപ്പിറപ്പിനെയും തന്റെ കുടുംബക്കാരെയും താൻ സമ്പാദിച്ചത് മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് രണാങ്കണത്തിൽ പോയ സ്വഹാബത്തുണ്ടല്ലോ. വിവാഹത്തിന്റെ പാതിരാത്രി, എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് കാലം കാത്തിരുന്ന് വിവാഹം കഴിച്ച ഒരു സഹാബിയുണ്ട്. ആരും പെണ്ണ് കൊടുക്കാതെ കറുത്തവനായ പടച്ചവനെ സൗന്ദര്യമില്ലാത്ത ഒരു പാവപ്പെട്ട ചെറുപ്പക്കാര് മുത്തുനബിയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയേ, എനിക്കാരും പെണ്ണ് കെട്ടിച്ചു തരുന്നില്ല നബിയേ, എനിക്ക് സൗന്ദര്യമില്ലാത്തതിന്റെ പേരില്. ഒരു സഹാബി അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു, നബിയേ, സ്വർഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ നബിയേ? സ്വർഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ? റസൂലുള്ള പറഞ്ഞു, വേണ്ട. എന്തേ നീ എങ്ങനെ ചോദിച്ചത്? വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയെ. ഒരാളും എനിക്ക് പെണ്ണ് കെട്ടിച്ചു തരുന്നില്ല, ഒരാളും എനിക്ക് കല്യാണം കഴിച്ചു തരുന്നില്ല. എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ, എനിക്ക് സൗന്ദര്യമില്ലാത്തതിന്റെ പേരില്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് പറഞ്ഞു, മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ വീട് പറഞ്ഞു കൊടുത്തു, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ വീട് പറഞ്ഞു കൊടുത്തു. പോയിട്ട് പെണ്ണ് ചോദിക്കാൻ ആ സഹാബിയുടെ കണ്ണ് നിറയുകയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്നെ കളിയാക്കുകയാണോ നബിയേ? അങ്ങും എന്നെ കളിയാക്കുകയാണോ? പാവപ്പെട്ടവൻ പോലും മക്കളെ കെട്ടിച്ചു തരുന്നില്ല, പിന്നെയല്ലേ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അവന്റെ മകളെ എനിക്ക് കെട്ടിച്ചു തരുന്നത്? റസൂലുള്ള പറഞ്ഞു, ഞാനാ പറഞ്ഞത് പോയി ചോദിക്കാൻ, ഞാനാ പറഞ്ഞത് പോയി ചോദിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയുമല്ലോ. അവസാനം അല്ലാഹുവേ അവിടുന്ന് കല്യാണാലോചന നടത്തി. അവിടുന്ന് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളെ കല്യാണത്തിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അവസാനം അല്ലാഹ് വിവാഹത്തിന് മഹർ വാങ്ങാൻ പോയതാ ചെറുപ്പക്കാരാ. നാളെ വിവാഹമാണ്. പുതിയ പെണ്ണുമായി മണിയറയ്ക്കകത്ത് കടന്നു പോകേണ്ട ചെറുപ്പക്കാരന് മഹർ വാങ്ങുന്നതിന് വേണ്ടി പട്ടണത്തിൽ പോയപ്പോഴാണ് അവിടുന്ന് വിളിച്ചു പറയുന്നത്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്. തന്റെ പുതിയ പെണ്ണിന് വാങ്ങിയ, തന്റെ പുതിയ പെണ്ണിനെ കൊടുക്കാൻ വാങ്ങിയ വസ്ത്രം തിരിച്ചു കൊടുത്തിട്ട് ഒരു വാളും ഒരു പരിചയം വാങ്ങി ഒരു തുണിയെടുത്ത് മുഖം മറച്ചിട്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞു കയറുകയാണ്. കണ്ടവരെ മുഴുവനും വെട്ടി ഞുറുക്കുകയാണ്. അവസാനം തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടിരുന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ പോലും ചോദിച്ചു, നീ എന്തിനാ വന്നത്? നിന്റെ കല്യാണമായിരുന്നില്ലേ?
ഒരു പെണ്ണ് നിന്നെ കാത്തിരിക്കുകയായിരുന്നില്ലേ? അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞു നബിയേ, സ്വർഗം കിട്ടില്ലേ നബിയേ? അതിനേക്കാളും വലുത് സ്വർഗമല്ലേ നബിയേ? മണിയറയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ എത്രയോ സഹാബത്ത് അതാ കല്യാണം കഴിഞ്ഞ് പാതിരാത്രി ഭാര്യയുടെ കൂടെ കടന്ന സ്വഹാബി കുളിക്കാൻ പോലും നിൽക്കാതെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, പുതിയ പെണ്ണിന്റെ കൂടെ കിടപ്പറയിൽ കിടന്നിട്ട് അവസാനം ആ സ്വഹാബി ഇറങ്ങുകയാണ്. പടച്ചവനെ, ഭാര്യയാണ് വാളെടുത്തു കൊടുത്തത്. ഭർത്താവ് രണാങ്കണത്തിൽ ഇറങ്ങുമ്പോ പുതിയാപ്പള പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു എനിക്ക് ആയുസ് തന്നാ തിരിച്ച് നിന്റെ മുന്നിൽ വരാ, ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് രണാങ്കണത്തിൽ ഇറങ്ങിപ്പോയി. ഷഹീദായ സഹാബത്തിന്റെ രക്തമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉപമിച്ചത് ആ രണാങ്കണത്തിൽ ഷഹീദായവരുടെ ശരീരത്തിൽ നിന്നൊരിച്ച രക്തമുണ്ടല്ലോ, ആ രക്തത്തിനോട് തുല്യമാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന്റെ കണ്ണുനീരെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി